ഇന്നത്തെ റെസിപ്പി കണ്ടാലോ? വെൽക്കം ബാക്ക് ടു പൗർണമീസ് കിച്ചൺ. രാവിലെ ബാക്കിയായിട്ടുള്ള ദോശമാവാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചെറുതായി അരിഞ്ഞ ഉള്ളി, അതുപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ഇഞ്ചി, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്, പച്ചമുളക്, അധികം എരിവില്ലാത്ത മുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, അതുപോലെ തന്നെ കറിവേപ്പില, 2 സ്പൂൺ മൈദ, ഉപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ടെങ്കിൽ നോക്കി മാത്രമേ ചേർക്കാവൂ, ആവശ്യത്തിനുള്ള ഉപ്പ്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് എണ്ണയെ വേണ്ടൂ. അത്രയും സ്മോൾ സൈസിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഓരോരോ സ്പൂൺ വെച്ച് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓരോരോ സ്പൂൺ കോരി ഒഴിച്ച് ഒരു 6-7 എണ്ണം വരെ ഈ ഓയിലിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിൽ മാത്രമേ വെക്കാവൂ. ലോ ഫ്ലെയിമിൽ വെച്ചാൽ ഒരുപാട് എണ്ണ കുടിക്കും. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. മീഡിയം ഫ്ലെയിമിൽ തിരിച്ചും മറിച്ചുമിട്ട് ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നന്നായി നിറമൊക്കെ മാറി വരുന്നുണ്ട്. ഏകദേശം നമ്മുടെ പലഹാരം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്ത സെറ്റ് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതും അതുപോലെ തന്നെ തിരിച്ചും മറിച്ചുമിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതും ആയിട്ടുണ്ട്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. ടൊമാറ്റോ സോസിൻ്റെ കൂടെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ തേങ്ങ ചട്നി, അതിൻ്റെ കൂടെയും നല്ല ടേസ്റ്റി ആയിരിക്കും. താങ്ക് യു.